എല്ലാ കാർട്ടൂൺ സ്നേഹികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കറിയാം, പാനൂർ ബോംബ് സ്ഫോടനം ഈ ഇലക്ഷൻ്റെ തിരക്കിനിടയിൽ ഇങ്ങനെ പുകയുന്നുണ്ട്. ഇതിൻ്റെ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഈ അൽ-ഖ്വയ്ദ തീവ്രവാദികൾ പോലും ഒരു സ്ഫോടനം നടത്തിയിട്ട് അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ഞങ്ങളാണിത് സ്ഫോടനം നടത്തിയതെന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കും. പക്ഷേ നമ്മുടെ ഇടതുപക്ഷ മുന്നണി, അത് DYFI CPM ആളുകൾ ഇതുവരെ അതിൻ്റെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുത്തില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. ഇത് സ്ഫോടനം നടത്തിയ DYFI ഞങ്ങളുടെ പോഷക സംഘടനയല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് സംഘടനയില്ല, ഞങ്ങളുടെ സംഘടന ഇങ്ങനെയല്ല, ഞങ്ങളുടെ ബോംബ് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കൈകഴുകുകയാണ് നമ്മുടെ CPMൻ്റെ നേതാക്കൾ. EP ജയരാജനും ME ഗോവിന്ദനും ഒക്കെ പറയുന്നത് DYFI CPMൻ്റെ പോഷക സംഘടന അല്ല എന്നാണ്. എന്നാൽ പിന്നെ ഇത് കോൺഗ്രസിൻ്റെ പോഷക സംഘടന ആയിരിക്കാം DYFI. അത് കാരണമാണല്ലോ മുഖ്യമന്ത്രി ഇങ്ങനെ നാട് നീളെ AC ബസ്സിനകത്ത് ടൂർ നടത്തിയപ്പം ഈ അതിനെ എതിർത്ത യൂത്ത് കോൺഗ്രസ്സുകാരെ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലാക്കാനും തലതള്ളി പൊളിക്കാനും ഒക്കെ ഈ DYFI മുന്നിട്ട് നിന്നത്. അവരുടെ CPMൻ്റെ ഒരു പാർട്ടി അല്ലാത്തതുകൊണ്ടാണല്ലോ അവരത് പുറകെ നടന്നതും അതിനെ സംരക്ഷിച്ചതും അതിനെ മുഖ്യമന്ത്രി അതിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതുമൊക്കെ അതുകൊണ്ടാണല്ലോ. അപ്പോൾ എന്തായാലും അതങ്ങനെ നടന്നു. അവർ അങ്ങനെ ഇവരുടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ് ഒരു അക്രമമോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു സ്ഫോടനമോ നടത്തിയിട്ട് അത് തങ്ങളുടെ സ്ഫോടനം ഇങ്ങനെയല്ല എന്ന് അഭിപ്രായപ്പെട്ട് നല്ല ജമയെന്ന ആദ്യത്തെ അനുഭവമൊന്നുമല്ല, ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ നമ്മൾ അതല്ല നോക്കേണ്ടത്. ഇത്രയും പുരോഗമിച്ച ഈ കാലത്ത് കുറച്ച് ചെറുപ്പക്കാർ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ഇങ്ങനെ ബോംബ് ഉണ്ടാക്കാനായിട്ട് നടക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും മുഖച്ഛായകളോ ക്യാരക്ടേഴ്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരെങ്ങനെ ഇങ്ങനെ ആകുന്നു? അവരുടെ തലച്ചോറിൻ്റെ സ്ഥാനത്ത് എന്തോ ആണ്. അവരുടെ തലച്ചോറ് ഈ നേതാക്കൾ, ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ ഈ ചെറുപ്പക്കാരുടെ തലച്ചോറിനെ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ ആധാരമായിട്ടുള്ളത്. അതായത് നമ്മുടെ ചെറുപ്പക്കാർ വഴിപിഴച്ചു പോകുന്ന ഈ പുതിയ തലമുറയുടെ ഒരു പോക്കിനെ പറ്റിയുള്ള ഒരു ആകാംക്ഷയാണ് ഇതിനകത്ത് നിഴലിക്കുന്നത്. അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കുറച്ച് ഡീറ്റെയിൽസ് കൂടുതലുള്ളത് കാരണം ഞാനിതിൻ്റെ റഫ് ഇട്ടിരിക്കുകയാണ്. ആ റഫ് ഇതാണ്. റഫ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, നമുക്ക് അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഇത് രണ്ട് കോളമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ കോളം ഒരു ഗുണ്ട വന്നിട്ട് അവൻ്റെ തലച്ചോറിൽ നിന്ന് അവൻ്റെ തല തുറന്നു വെച്ചിട്ട് അതിൻ്റെ തലച്ചോറെടുത്ത് മാറ്റുകയാണ്. രണ്ടാമത്തെ കോളത്തിൽ ആ തലച്ചോറിൻ്റെ സ്ഥാനത്ത് ഈ ഗുണ്ട വെച്ചു പിടിപ്പിക്കുന്നത് എന്താണ്? ഇതാണ് ഇതിൻ്റെ റഫ്. ഇതാണ്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ഇതിൻ്റെ തലച്ചോറ് ഇങ്ങനെ തലപൊട്ടി പിളർന്നു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധിയാണിത്.
ഇതിനകത്ത് ഈ തലച്ചോറ് വലിച്ച് പുറത്തെടുക്കുക. ഇത് ഈ മറ്റേ തലച്ചോറ് മാറ്റിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യേണ്ട സാധനം നേരത്തെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കാർട്ടൂൺ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആ കോളം തിരിക്കലും കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചെറുപ്പക്കാരെ ഇപ്പം ബോംബ് നിർമ്മാണത്തിലേക്ക് തിരിക്കുന്നതിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് എടുത്ത് മാറ്റുകയാണ്. പകരം വയ്ക്കുന്ന സാധനങ്ങളുണ്ട്, ആ തലച്ചോറോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തലയിലിരിക്കുന്നിടത്തോളം കാലം ഇപ്പം ബോംബുണ്ടാക്കാനുള്ള ത്വര ഇവന് കൂടും. ഇവർക്കാർക്കും ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ പാർട്ടിയിലെ വൻ തോക്കുകളാണ്, അവർക്ക് യാതൊരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഈ കാർട്ടൂൺ ഈ ആഴ്ചയിലെ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ആക്കും.